ലോഹിദാസ് തനിയാവർത്തനമാണ് ലോഹിദാസിന്റെ ആദ്യത്തെ സ്ക്രിപ്റ്റ് എഴുതിയ സിനിമ. അതിന് തന്നെയാണ് ആദ്യത്തെ മികച്ച കഥയ്ക്കുള്ള സ്റ്റേറ്റ് അവാർഡ് ലോഹിദാസിന് കിട്ടിയത് 87-ലാണ്. അപ്പോൾ തനിയാവർത്തനത്തെ കുറിച്ച് പറയുമ്പോൾ അതിൽ മമ്മൂക്കയാണ് ഹീറോ ആയിട്ട് അഭിനയിച്ചത്. അപ്പോൾ അന്ന് മമ്മൂക്ക തിരക്കിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മമ്മൂക്കയുടെ സമയം ഇച്ചിരി മോശമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അതായത് ന്യൂഡൽഹിയിലൂടെയാണ് തിരിച്ചു വരിക. അപ്പൊ ഏകദേശം അന്ന് സിബി മലയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു സിനിമ സംഭവിച്ചപ്പോൾ അതിന്റെ ഷൂട്ടിംഗ് തുടങ്ങി 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് മമ്മൂക്ക ലൊക്കേഷനിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ മമ്മൂക്കയ്ക്ക് ശരിക്കും ആ സ്ക്രിപ്റ്റിനോട് അല്ലെങ്കിൽ ആ ഒരു സിനിമ അത്ര താല്പര്യമില്ല. കാരണം ഇത് ഓടുമായിരിക്കും എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്. ആ സമയത്ത് തന്നെ ഫാസിൽ സാറിന്റെ വേറൊരു സിനിമ മണിമുത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് തുടങ്ങുകയും നടക്കുക. അപ്പൊ ആ സിനിമയാണ് നമുക്ക് പ്രതീക്ഷ അർപ്പിച്ചിരുന്നത്. അപ്പൊ ഇതിൽ വന്ന പുതിയൊരു റൈറ്ററാണ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു അത്ര താല്പര്യം പ്രകടിപ്പിച്ചു. അതായത് ഒരു പുതിയൊരു എഴുത്ത്. പക്ഷെ മമ്മൂക്കയ്ക്ക് മുമ്പേ ലോഹിദാസിനെ കുറിച്ച് കേട്ടിരുന്നു. എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ മുമ്പത്തെ വേറെ ഏതോ ഒരു സിനിമയിൽ വേറെ റൈറ്റർ എഴുതിയെന്നോ തിരുത്താനെന്തോ ലോഹിത് സാറിനെ വിളിക്കുകയോ അങ്ങനെ എന്തോ ഒരു പരിചയം ഇവർ തമ്മിലുണ്ട്. അങ്ങനെ ലോഹിദാസ് അപ്പോൾ നമുക്ക് ലോഹിദാസിന്റെ അടുത്ത് പോകുന്നു. അതായത് സ്ക്രിപ്റ്റ് ആയിട്ട് റൈറ്ററുടെ അടുത്ത് വരാൻ പറയുന്നു. എന്തോ മമ്മൂക്ക സംസാരിച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മമ്മൂക്ക വന്ന് സിബി മലയുടെ അടുത്ത് പറഞ്ഞത്, ഇയാൾ ചില്ലറക്കാരനല്ല, എൻ്റെ എല്ലാ ചോദ്യത്തിനും ആളുടെ ഉത്തരവുണ്ടെന്ന്. അതാണ് ഒരു എഴുത്തുകാരൻ.